അങ്ങനെ ഇന്നത്തെ ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡ് വന്നിരിക്കുകയാണ്. നല്ലൊരു അട്ടിപ്പൊളി കിടിലൻ എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. എപ്പിസോഡിന് പോകുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പ്രത്യേകം പറയട്ടെ, മറന്നു പോകുന്നതിന് മുമ്പ് പറയുകയാണ്. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ എന്താ, നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ധ്യാനും ഗോവിന്ദും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അവർ മാറി നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ധ്യാൻ നമ്മുടെ ഗോവിന്ദനോട് പറയാണ്, ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഈ നാട്ടിലെത്തിയതിനുണ്ടല്ലോ, അതിനെനിക്ക് ഗീതുവിനോട് വേണം എനിക്ക് നന്ദി പറയാനുള്ളത്. ശരിക്കും ഗീതുവാണ് എൻ്റെ മനസ്സ്, എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. ഗീതുവാണ് എന്നോട് പറഞ്ഞത് ശരിക്കും രഞ്ജുവിൻ്റെ ആയുസ് നീട്ടാനായിട്ട് വേണ്ടിയുള്ളത് അവളുടെ ഉള്ളിലേക്ക് വാശി കടത്തിവിടുക എന്നുള്ളതല്ല, പ്രണയം കടത്തിവിടുക എന്നുള്ളത് വെച്ചിട്ടാണ്. കാരണം പ്രണയിക്കാനുള്ള ആ ഒരു ആഗ്രഹം മനസ്സിൽ ഉണ്ടാവുന്ന സമയത്ത് ജീവിക്കാനുള്ള ആ ഒരു ആഗ്രഹവും കൂടി കൂടും, പ്രണയം മനസ്സിലുള്ളപ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം രഞ്ജുവിന് ആയുസ് നീട്ടിക്കിട്ടും എന്നിങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ മനസ്സിനെ നിരന്തരം വിളിച്ച് പറഞ്ഞ് എൻ്റെ മനസ്സിലേക്ക് ഗീതുവാണ് രഞ്ജുവിനോടുള്ള പ്രണയം നിറച്ചതും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായതും എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദന് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ധ്യാൻ പറയുന്നത്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം കടപ്പാടുള്ളതും ഗീതുവിനോടാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, ഇനിയിപ്പോൾ താൻ കാനഡയിലേക്കൊക്കെ പോവേണ്ട ആവശ്യമുണ്ടോ? എന്തിനാ അന്യ സ്ഥലത്ത് പോയി നിന്ന് കഷ്ടപ്പെട്ട് പൈസ സമ്പാദിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? നമ്മുടെ ലാഭം മറ്റുള്ളവർ നമ്മുടെ ലാഭം കൊണ്ട് നന്നാവുകയും നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതിനേക്കാളും തനിക്ക് ഇവിടെ എങ്ങാനും ഒരു ബിസിനസ് ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ധ്യാൻ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഗോവിന്ദ് പറയുകയാണ്, ധ്യാൻ, നിനക്കിവിടെ ബിസിനസ് നടത്താൻ വേണ്ട എല്ലാ സിറ്റുവേഷനും ഞാൻ ഒപ്പിച്ചു തരാം. ബിസിനസ് നടത്താൻ വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം. എത്ര കോടി രൂപ വേണമെങ്കിലും അതിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ ധ്യാൻ പറയുകയാണ്, എനിക്കും ശരിക്ക് നാട്ടിൽ നിൽക്കുന്നതിനോട് തന്നെയാണ് കൂടുതലും താല്പര്യം. പക്ഷേ അന്ന് ആ ഒരു സാഹചര്യത്തിൽ രഞ്ജുവിന് അസുഖമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പോയെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു ബിസിനസ്സൊക്കെ നടത്തണമെങ്കിൽ ഒരുപാട് പൈസ വേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് പറയുകയാണ്, എൻ്റെ ധ്യാനെ, ഞാൻ ഇങ്ങനെ നിപ്പുണ്ടല്ലോ, എത്ര കോടി രൂപ വേണം? ഇനി ഏതൊക്കെ തരത്തിൽ വേണമെങ്കിലും, ആളായിട്ടായാലും ക്യാഷായിട്ടായാലും എങ്ങനെയായിട്ടാണെങ്കിലും എൻ്റെ എല്ലാ സഹായങ്ങളും നിനക്കുണ്ടാവും. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല എന്നിങ്ങനെ പറയുകയാണ് ഗോവിന്ദ്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ധ്യാൻ പറയുകയാണ്, വേണ്ട ഗോവിന്ദേട്ടാ, നിങ്ങൾ എനിക്ക് ഈ വെച്ച് നീട്ടുന്ന ഓഫറുകളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരണത്തിലേക്ക് കാത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ മരണം കൊണ്ടുപോകാനായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കുന്നതിനുള്ള കൂലിയായിട്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതെനിക്ക് ആവശ്യമില്ല. ഞാൻ സ്നേഹിച്ചത് പണ്ടും അന്നും ഇന്നും എന്നും രഞ്ജുവിനെ മാത്രമാണ്, അല്ലാതെ അവളുടെ പണമോ ഒന്നും എനിക്ക് ആവശ്യമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇത്രയെങ്കിലും ചെയ്യണ്ടേ? എനിക്ക് അത് എൻ്റെ മനസ്സിനെ എനിക്കൊന്ന് തൃപ്തിപ്പെടുത്തണ്ടേ ധ്യാനെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദിൻ്റെ നമ്മുടെ ധ്യാൻ പറയുന്നത്, ഗോവിന്ദേട്ടാ, എനിക്ക് ഈ ജന്മം എനിക്ക് കടമുണ്ട് ഒരാളടുത്ത്, ശരിക്കും ഭയങ്കരമായൊരു കടമുണ്ട്. എനിക്ക് ആ കടം വീട്ടാൻ എന്നെ ഒന്ന് സഹായിക്കോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, എത്ര കോടി രൂപ വേണമെങ്കിലും തന്ന് ഞാൻ സഹായിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ധ്യാൻ പറയുകയാണ്, അതിന് കോടി രൂപയുടെ ഒന്നും ആവശ്യമില്ല. എൻ്റെ കടപ്പാട് മുഴുവനും ഗീതാഞ്ജലിയോടാണ്. ആ കടം വീട്ടാൻ എനിക്കാവില്ല, അത് ഗോവിന്ദേട്ടൻ വേണം വീട്ടാനുള്ളത് എന്നിങ്ങനെ പറയുകയാണ് ധ്യാൻ. അപ്പോൾ ഗോവിന്ദന് മനസ്സിലാവുകയാണ് എന്താണ് സംഭവം ഉദ്ദേശിച്ചതെന്ന്. അതായത് രഞ്ജു എല്ലാ കാര്യങ്ങളും നമ്മുടെ ധ്യാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ തമ്മിലുള്ള ആ വിവാഹ റിലേഷനെ പറ്റി എല്ലാ കാര്യവും നമ്മുടെ ഗീതുവിനെ പറ്റിയുള്ള സകലമാന കാര്യങ്ങളും, ഗീതുവും ഗോവിന്ദനും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ രഞ്ജു ഈ പറയുന്ന ധ്യാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്, ഗീതാഞ്ജലിയോടുള്ള കടം വീട്ടാൻ എനിക്ക് പറ്റില്ല, ഗോവിന്ദേട്ടൻ വീട്ടണം എന്ന് പറയുന്നത്. അതിനുശേഷം ധ്യാനങ്ങ് നടന്നു പോവുകയാണ്. അതിനുശേഷം ധ്യാൻ നമ്മുടെ രഞ്ജുവിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ രഞ്ജു ചോദിക്കുകയാണ്, എന്തിനാ ധ്യാനെ നിന്നെ തനിച്ച് ഇത്രയും നേരം ഗോവിന്ദേട്ടൻ സംസാരിച്ചത്? എന്നെ ഒഴിവാക്കിയിട്ട്
എന്തരായിരുന്നു നിങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ധ്യാൻ പറയാണ്, ഏയ് അത് മറ്റൊന്നുമല്ല, ഗോവിന്ദേട്ടൻ പറഞ്ഞത് എന്നോട് കാനഡയിലേക്ക് മടങ്ങിപ്പോവേണ്ട ആവശ്യമില്ല, പിന്നെ ഇവിടെ തന്നെ ഒരു ബിസിനസ് തുടങ്ങിക്കൂടെ, അതിന് വേണ്ടുന്ന എല്ലാ ചിലവുകളും പിന്നെ ഗോവിന്ദേട്ടൻ നോക്കിക്കോളാം, എത്ര കോടി രൂപ വേണമെങ്കിലും അതിന് ചിലവാക്കാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്ന് പറയണം. അപ്പോൾ നമ്മുടെ രഞ്ജി ചോദിക്കുകയാണ്, അപ്പോൾ നമ്മുടെ വിവാഹത്തെക്കുറിച്ചൊന്നും ഒന്നും പറഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ധ്യാൻ പറയുകയാണ്, അതിനെന്താ രഞ്ജു, വിവാഹം എപ്പോഴും വേണമല്ലോ ആവാമല്ലോ, നീ പറയേണ്ട താമസമേ ഉള്ളൂ, ഒരു താലിച്ചെറിയുടെ എടുത്ത് ഞാൻ നിൻ്റെ കഴുത്തിൽ കെട്ടിത്തരത്തില്ലേ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവർ തമ്മിലുള്ള സംസാരം അങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ വരികയാണ്, ഒരു വശത്തുനിന്ന് ഗീതു മറുവശത്തുനിന്ന് ഇങ്ങനെ വരികയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒരിടത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദിനോട് നമ്മുടെ ഗീത് പറയാണ്, കണ്ട പ്രായമുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ, തലയ്ക്കകത്ത് വല്ലതും വേണ്ടേ, ചില സമയത്തെ നിങ്ങളുണ്ടല്ലോ ഒട്ടും വിവരമില്ലാത്തവനെ പോലെ സംസാരിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, എന്താ ഇപ്പം ഞാൻ വിവരമില്ലാതെ സംസാരിച്ചത്, നീ എന്താ ഈ പറയുന്നത്, കണ്ണേട്ടന് അതിനെപ്പറ്റിയൊന്നും എന്നോട് പറയണ്ട, കണ്ണേട്ടൻ എന്താ വിചാരിച്ചിരിക്കുന്നത്, കണ്ണേട്ടന് കുറേ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും പൈസ കൊടുത്ത് കയ്യിലെടുക്കാമെന്നാണോ കണ്ണേട്ടൻ വിചാരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. സംഭവം ധ്യാനിന് പൈസ കൊടുത്ത കാര്യമാണ്. അപ്പോൾ ഗോവിന്ദ് പറയണ, അതിനെന്താ കുഴപ്പം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസയുടെ കണക്കുകൾ മാത്രമേ അറിയാവൂ, അല്ലാതെ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ഗീതു. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, കാര്യം തിരക്കുകയാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ധ്യാനിനോട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, അതിനെപ്പറ്റിയാണ് പറഞ്ഞതെന്ന് പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, അതിനെന്താ എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു പറയണം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, നിങ്ങളെ വിചാരം എന്താണെന്ന് അറിയാമോ, ആണുങ്ങളെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നതെന്നാണ് നിങ്ങൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്, അതാ നിങ്ങളുടെ ഈ കുഴപ്പം എന്ന് പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, എനിക്കറിയാവുന്ന ആണുങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്, കാശിന് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്, നിൻ്റെ സഹോദരൻ വിനോദ് പ്രിയെ കല്യാണം കഴിക്കാനായിട്ട് തുടങ്ങിയത് എൻ്റെ കാശ് കണ്ടിട്ടല്ലേ, അതുപോലെ തന്നെ നിൻ്റെ അച്ഛൻ നിന്നെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞതും എൻ്റെ കാശ് കണ്ടിട്ടല്ലേ, പിന്നെ കിഷോർ നിന്നെ പ്രണയിച്ചത് പോലും കാശ് കണ്ടിട്ടല്ലേ, അതുപോലെ ഓരോരുത്തരും കാശിന് വേണ്ടിയിട്ടല്ലേ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഗീത ചോദിക്കണം, അങ്ങനെ ഇവരെയൊക്കെ മാത്രമേ നിങ്ങളെ കണ്ണിൽ കാശിനായിട്ടിരിക്കുന്നവരായിട്ട് തോന്നിയിട്ടുള്ളൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ കാശിന് വേണ്ടി ഇരിക്കുന്ന ആളുകൾ, നിങ്ങളുടെ അനിയനെന്നും പറഞ്ഞ് നടക്കുന്ന വരുൺ കാശിന് വേണ്ടി എന്തെല്ലാം തോന്നിയാസോണ് കാണിക്കുന്ന, വേണമെങ്കിൽ നിങ്ങളെ കൊല്ലാൻ പോലും അവൻ മടിക്കില്ല, പിന്നെ നിങ്ങളുടെ രണ്ടാനമ്മ അവരും കാശിന് വേണ്ടി തന്നെയാണല്ലോ ജീവിക്കുന്നത്, സ്വന്തം മകനെ പോലും തള്ളിക്കളയാൻ മടിക്കാത്ത സ്ത്രീയല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് പറയണം, ഒന്നും മിണ്ടാതിരിക്കുക ഗീതു എന്ന് പറയണം. അല്ല കണ്ണേട്ടാ, ഞാൻ വെറുതെ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ഗീതു. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയണം, നീ ചോദിച്ചോ, എന്താ നിനക്ക് അറിയേണ്ടത്. അല്ല കണ്ണേട്ടാ, ഏതൊരു പുരുഷൻ്റെയും ജീവിതത്തിൽ അവർക്ക് പ്രചോദനമായിട്ട് ജീവിക്കാനുള്ള പ്രേരണയായിട്ട് ഒരു സ്ത്രീ ഉണ്ടാവും അവരുടെ വിജയത്തിന് പിന്നിൽ, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ശരിക്കും കണ്ണേട്ടൻ്റെ വിജയത്തിന് പിന്നിലും ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടാവുമല്ലോ, ആരാ ആ സ്ത്രീ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഗീതു. ശരിക്കും ഗീതുവിൻ്റെ പേര് പറയുമെന്ന് പറഞ്ഞാണ് ഗീതു ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പം മനസ്സിൽ ഗീതു പറയുകയും ചെയ്യുന്നുണ്ട്, കണ്ണേട്ടാ എൻ്റെ പേര് പറ കണ്ണേട്ടോ, കമോൺ കണ്ണേട്ടാ എന്നിങ്ങനെ പുള്ളിക്കാരത്തി ഇങ്ങനെ മനസ്സിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ മനസ്സിലാലോചിക്കണം, ഇവളുടെ കൂടെ രാധികാമ്മയുടെ പേര് പറയാം, അങ്ങനെ രാധികാമ്മയുടെ പേര് പറയുവാണെങ്കിൽ ഇവിടെ ദേഷ്യം ഒന്ന് കാണാം. എന്നിട്ട് ഉടനെ തന്നെ ഗോവിന്ദ് പറയുകയാണ്, എൻ്റെ വിജയത്തിന് പിന്നിൽ രാധികാമ്മ അല്ലാതെ ആരാ എന്ന് പറയുമ്പോഴാണ് ഗീതു ഇങ്ങനെ ഒന്ന് നോക്കി ഒരു പല്ലൊക്കെ കടിച്ചിട്ട് പുള്ളിക്കാരത്തി പറയണം എന്നും പറഞ്ഞാക്കിയിട്ട് ഗീതു ഒറ്റൊരു പോക്കങ്ങ് പോവുകയാണ്. ഗോവിന്ദ് അവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഗീതു പിണങ്ങി മാറി നിൽക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ് ഗോവിന്ദ്. അതിനുശേഷം ഗോവിന്ദ് ഗീതുവിനോട് പറയുകയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞതിന് നീ എന്നോട് പിണങ്ങി വന്ന് നിൽക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗീതു പറയണം, പിന്നില്ലാതെ, നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ആ രണ്ടാനമ്മയെ പറ്റിയല്ലേ പറയാനുള്ളൂ, എന്നെപ്പറ്റി നിങ്ങൾക്ക് പറയാൻ തോന്നിയില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, നിന്നെപ്പറ്റി ഞാൻ എന്താ പറയേണ്ടത്, നിങ്ങളെനിക്ക് കുറേ പേരിട്ടിട്ടുണ്ടല്ലോ, കാളകൂട വിഷം, സൈക്കോ ഗീതു, അസുരവിത്ത്, അങ്ങനെ കുറേ പേരുണ്ടല്ലോ നിങ്ങളെനിക്ക് പാകി തന്നത്. അതെങ്ങനെ നിനക്ക് ആ പേര് കിട്ടി? ഞാൻ ശരിക്കും ഈ പേര് ചെമ്പകശ്ശേരിയിൽ വെച്ചാണ് പറഞ്ഞത്, അപ്പോൾ അവിടെ നീ ഉണ്ടായിരുന്നില്ല, പിന്നെ നീ ഇതെങ്ങനെയാണ് അറിഞ്ഞത്? നീ എന്താ ആ സമയത്ത് ചെമ്പകശ്ശേരിയിലുണ്ടായിരുന്നു? പെട്ടു മോനെ, ഗീതു മനസ്സിൽ പറയണം. ഉടനെ ഗീതു പറയണം, അത് കണ്ണേട്ടാ, എൻ്റെ കൂടെ ഈ കാര്യം രഞ്ജുവാ പറഞ്ഞത്, ഞാനും രഞ്ജുവും ക്ലോസ് ആണെന്ന് കണ്ണേട്ടനെ അറിഞ്ഞൂടെ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ഗീതു. അപ്പോൾ ഗോവിന്ദ്, അത് ചിലപ്പോൾ ശരിയായിരിക്കും. അല്ല കണ്ണേട്ടാ, ഞാനത് ചോദിച്ചപ്പോൾ കണ്ണേട്ടൻ എന്നെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും എൻ്റെ പേര് പറഞ്ഞുകൂടായിരുന്നോ എന്നിങ്ങനെ പറയണേ.
അപ്പോൾ ഗോവിന്ദ് അടുത്ത് നിന്നിട്ട് ഗീതുവിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് പറയുന്നത്, സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഗീതു, അല്ലെങ്കിലും നീ തന്നെയാണ് എൻ്റെ ജീവിതത്തിന്, എൻ്റെ ജയത്തിനും എല്ലാത്തിനും പ്രചോദനമായ എൻ്റെ എല്ലാമായ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗീതുവിൻ്റെ കൈ എടുത്ത് ഇങ്ങനെ ഗോവിന്ദിൻ്റെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ വച്ചിരിക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ കയ്യിൽ പിടിച്ചതായി ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദ് പറയുകയാണ്, അതുകൊണ്ട് എന്നിങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ ഗീതു മനസ്സിൽ പറയുകയാണ്, കണ്ണേട്ടാ എന്നോട് പ്രണയമാണെന്ന് പറ കണ്ണേട്ടാ എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ്. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയാണ്, അതുകൊണ്ട് ഗീതു ഞാൻ നിനക്ക് 2 വരം ഓൾറെഡി തന്നു കഴിഞ്ഞു, ഇനി 3ാമത്തെ ഒരു വരം കൂടി ഞാൻ നിനക്ക് തരാം എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു കൈ ഇങ്ങനെ തട്ടി എറിയണം. എന്നിട്ട് പറഞ്ഞു, തേങ്ങ വരം തരാൻ വന്നിരിക്കുന്നു, നിങ്ങളുടെ വരം ഇവിടെ ആരൊക്കെ വേണം? പിന്നെ വരം തരാൻ നിങ്ങളാര് ബ്രഹ്മാവാണോ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് വരം തന്നുകൊണ്ടിരിക്കാൻ? നിങ്ങളുടെ വരവും വേണ്ട ഒന്നും വേണ്ട, മിണ്ടി പോരല്ലോ വരത്തിനെ പറ്റി എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ഗീതു. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവിടുത്തെ ഇങ്ങനെ എന്നിങ്ങനെ പുള്ളിക്കാരൻ ചിന്തിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഗീതു ഗോവിന്ദിൻ്റെ മുഖത്ത് നോക്കി പറയണേ, എനിക്ക് നിങ്ങളുടെ വരവും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, എനിക്ക് നിങ്ങളുടെ കൂടെയുള്ള ഒരു കുടുംബജീവിതം മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ഗോവിന്ദ് ഇങ്ങനെ ഞെട്ടിപ്പോയി. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, അമ്പടി ചിഞ്ചില്ലാക്കിടി, അങ്ങനെ എൻ്റെ കൂടെയുള്ളൊരു കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട് ഇരിക്കുക നീ? നടക്കില്ല മോളെ, അതിന് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചേരെ എന്ന് പറയുകയാണ് ഗോവിന്ദ്. ഇത് കേൾക്കുമ്പോൾ ഗീതുവിന് നല്ല സങ്കടമാവുകയാണ്. ഗീതു അവിടെ നിന്ന് വിഷമിച്ച് ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ശരിക്കും ഇവൾക്ക് എന്നോട് പ്രണയം ഉണ്ടോ, അതോ ഇവൾ ഈ കാണിക്കുന്ന കുറുമ്പൊക്കെ എന്നോടുള്ള പ്രണയം കൊണ്ടാണോ, അതേ അവളിത് വെറുതെ കാണിക്കുന്നതാണോ? ഇത് അവൾക്ക് എന്നോട് എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ. അതറിയാതെ ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കി പ്രണയമാണെന്ന് പറയുന്നത്? ഞാനത് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അവൾക്ക് അങ്ങനെ എന്നോടില്ലെങ്കിൽ അത് വെറും മോശമായി പോവില്ലേ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് ചിന്തിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഗീതുവും മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ മനസ്സിലുള്ള പ്രണയം ഞാൻ കണ്ണേട്ടനോട് തുറന്നു പറഞ്ഞാൽ കണ്ണേട്ടൻ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഗീതുവും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവരുടെ പതിവ് BGM ഉണ്ടല്ലോ ഗീതാ ഗോവിന്ദത്തിൻ്റെ, അത് കാണിക്കുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു ഇതം കഴിയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അവർണികയാണ്. അവർണിക ബെഡ്റൂമിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ കിഷോർ കുളിക്കുകയാണ് വാഷ്റൂമിൽ. അങ്ങനെ നമ്മുടെ നോക്കുമ്പോഴത്തേക്ക് കിഷോറിൻ്റെ ഫോൺ അവിടെ ഇരിക്കുന്ന കാണുകയാണ്. അങ്ങനെ നമ്മുടെ അവർണിക ആ ഫോൺ ഇങ്ങ് പെട്ടെന്ന് കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് അവർണിക തീരുമാനിക്കുകയാണ്, ഇതിനകത്ത് നിന്ന് ഗീതാഞ്ജലിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് രേഖകളുണ്ടല്ലോ അതൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാണ് പുള്ളിക്കാരത്തി എടുക്കുന്നത്. എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്ക് ഫോണിൽ ലോക്കാണ്. അങ്ങനെ പാസ്വേഡ് നോക്കിയിട്ട് പല പേരുകൾ അടിച്ച് നോക്കുകയാണ് നമ്മുടെ അവർണിക. എന്നിട്ട് ഫോണൊന്നും ഓപ്പൺ ആവുന്നില്ല. അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ കിഷോർ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന കണ്ടിട്ട് ഫോൺ അവിടെ പെട്ടെന്ന് അങ്ങ് വയ്ക്കുകയാണ് നമ്മുടെ അവർണിക. അപ്പോൾ കിഷോർ വന്നിട്ട് ചോദിക്കണേ, എന്തിനാ നീ ഈ മുറിയിൽ കയറിയത്? നീ ഈ മുറിയിൽ കയറില്ല എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് ഇപ്പം എന്തിനാ കയറിയത്? നിനക്ക് എന്നോട് പിണക്കമല്ലേ? അതേടാ, എനിക്ക് നിന്നോടുള്ള പിണക്കം എൻ്റെ മരണം വരെ ഉണ്ടാവും, ആ പിണക്കം ഒരിക്കലും മാറാനും പോകുന്നില്ല എന്ന് പറയണ. നീ കുറേ ഡ്രാമയൊക്കെ കാണിച്ചല്ലോ, എൻ്റെ വയറ്റിൽ നിൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് തുടിക്കുന്നത് അറിഞ്ഞതിന് ശേഷമല്ലേ നീ ഗീതുവിൻ്റെ അടുത്ത് അമ്മാതിരി വേലത്തരങ്ങളൊക്കെ കാണിച്ചത്, അതുകൊണ്ട് നീയും തമ്മിൽ ഇനി ഒരു ബന്ധമില്ല എന്ന് പറയാണ്. അപ്പോൾ ഉടനെ കിഷോർ പറയണേ, എൻ്റെ മോളെ നീ ഞാനുമായിട്ടൊരു ബന്ധമില്ലെങ്കിലുണ്ടല്ലോ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയണം. അപ്പോൾ അവർണിക പറയണം, ഇതിൽ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റില്ലല്ലോ, ഇത് എൻ്റെ വീടല്ലേ, എൻ്റെയും നിൻ്റെയും പേരിലാണ് ഈ വീടിരിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്, ഈ വീട് തിരിച്ച് എൻ്റെ പേരിൽ മടങ്ങിത്താ, എൻ്റെ ഡാഡിയുടെ കാശ് കൊണ്ട് മേടിച്ചതല്ലേ ഈ വീട്, അതിന് ശേഷം ഡിവോഴ്സ് നടക്കും എന്നിങ്ങനെ പറയണ അവർണിക. അപ്പോൾ കിഷോർ പറയണം, അത് നടന്നിട്ട് എന്നെ ഇരുന്നാൽ മതി, ഞാനായിട്ട് ഒരിക്കലും ഡിവോഴ്സ് നടക്കില്ല, പിന്നെ നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ ഈ വീട് എൻ്റെ പേർക്ക് എഴുതി തന്നിട്ട് പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം കിഷോർ പറയണേ, കാശിന് വേണ്ടിയിട്ടേ ഞാൻ എന്ത് തറക്കളിയും കളിക്കും, പിന്നെ കാശ് കൊണ്ടുവരുന്ന എന്താ പറയുമല്ലേ അതിന്, എന്തിനാ മാനം കെട്ട് കഴിഞ്ഞാൽ ആ മാനക്കേട് കാശ് നികത്തിക്കോളും എന്ന് പറയുന്നത്. എനിക്ക് ശരിക്കും അതറിയില്ല കൃത്യമായിട്ട് പഴഞ്ചൊല്ലാണേ, അങ്ങനെ പറയുകയാണ്. മാനം കെട്ടും പണം സമ്പാദിച്ചാൽ മാനക്കേട് പണം തീർക്കുമെന്ന അങ്ങനെ ഏതാണ്ട് പറയുകയാണ് നമ്മുടെ കിഷോർ. അത് കേട്ടിട്ട് അവർണികയ്ക്ക് ദേഷ്യം വന്ന് ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് നമ്മുടെ അവർണിക. അപ്പോഴത്തേക്ക് കോളിംഗ് ബെല്ലടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അവർണിക ചെന്നിട്ട് വാതിൽ തുറക്കുമ്പോൾ നോക്കുമ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഡാഡിയാണ്, അവർണികയുടെ രഘുറാം മങ്കിൽ. അങ്ങനെ നമ്മുടെ ഡാഡി അകത്തേക്ക് വരികയാണ്. ഡാഡി അകത്തേക്ക് വരുമ്പോഴത്തേക്ക്
അവർണികയ്ക്ക് ഡാഡിയെ കാണുമ്പോൾ തന്നെ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ഡാഡി അപ്പോഴത്തേക്ക് ഒരു വശത്തു നിന്ന് കിഷോറും വരികയാണ്. അപ്പോൾ ഡാഡി പറയണം, മോളെ മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് എനിക്ക് നിന്നോട് വീണ്ടും പറയാനുള്ളത്. എനിക്ക് ഈ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മുറി തരണേ, ഞാൻ നിൻ്റെ കുഞ്ഞിനെയും കളിപ്പിച്ച് ഞാൻ ഇവിടെ നിന്നോളാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ തന്നെ കിഷോർ ഓടി വന്നിട്ട് ഡാഡിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഡാഡി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ വീട് ശരിക്കും ഡാഡിയുടെ പണം കൊടുത്ത് മേടിച്ചതല്ലേ, പിന്നെ ഇങ്ങനെ ഒരു വാക്കിൻ്റെ ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവർണിക പറയണേ, ഡാഡി ഇവിടെ ഇരിക്കുക എന്ന് പറയണം. അങ്ങനെ ഡാഡി ഇരിക്കുകയാണ്, തൊട്ടടുത്ത് തന്നെ ഒട്ടിച്ചേർന്ന് നമ്മുടെ കിഷോറും ഇരിക്കുകയാണ്. എന്നിട്ട് കിഷോർ ഡാഡിയെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, അവർണിക മോളു പോയി ചായ എടുത്തോണ്ട് വരൂ, ഡാഡിക്ക് ചായ കൊടുക്കുമോളൂ എന്നൊക്കെ പറയുകയാണ്. അവർണിക ഇങ്ങനെ നോക്കുകയാണ്, പരമദുഷ്ടാ എന്ന് മനസ്സിൽ ചിന്തിച്ച് ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ അവർണിക. അപ്പോഴത്തേക്ക് ഡാഡി എന്ത് ചെയ്യുന്നോ അവർണികയെ അടുത്ത് വിളിച്ചിട്ട് ഒരു കവർ എടുത്ത് കൊടുക്കുകയാണ് അവർണികയുടെ കയ്യിൽ. അതിനുശേഷം പറയണം, മോളെ ഇതെന്താണെന്നറിയാമോ, നമുക്ക് അവിടെ ഉണ്ടായിരുന്ന പ്രോപ്പർട്ടി കൊടുത്തിട്ട് ആ കേസിൽ നിന്നൊക്കെ പ്രോപ്പർട്ടി എടുത്ത് അതായത് ഒരു കേസിലായിരുന്നല്ലോ, ആ പ്രോപ്പർട്ടി ഒഴിഞ്ഞെടുത്തിട്ട് അത് വിറ്റിട്ട് കടവും കാര്യബാധ്യതകളെല്ലാം തീർത്തതിന് ശേഷം ബാക്കി 10 കോടി രൂപ ഉണ്ടായിരുന്നു, അത് ഞാൻ നിൻ്റെയും കിച്ചുവിൻ്റെയും പേരിൽ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ പകർപ്പാണിത്, ബാങ്കിൽ നിന്നുള്ള അതിൻ്റെ പാസ്ബുക്കാണെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ കിഷോറിൻ്റെ കണ്ണ് രണ്ടും ഇങ്ങനെ ബൾബ് പോലെ തള്ളി വരികയാണ്. അപ്പോൾ ഉടനെ അവർണികയ്ക്കാണെങ്കിൽ കാലി വരികയാണ്, ഇവൻ്റെയും കൂടെ പേരിലാണ് ഇട്ടത്, ദൈവമേ ഉള്ളതെല്ലാം അവൻ്റെ വായിൽ കൊണ്ടിട്ട് ഇതും കൊണ്ടിട്ട് ആ ഒരു രീതിയിൽ നമ്മുടെ അവർണിക ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ഡാഡി പറയുകയാണ്, ഇനി ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുകയാണ്, ഈ പൈസ ഇനി നിങ്ങൾക്കാണ് വേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കിഷോർ പറയണേ, ഇൻവെസ്റ്റ് ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഡാഡി, അത് നമുക്കിവിടെ ബിസിനസ് വല്ലതും തുടങ്ങിക്കൂടായിരുന്നോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവർണിക പറയുകയാണ്, ഇതിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും ആരെയും തൊടാൻ ഞാൻ സമ്മതിക്കില്ല, ബിസിനസ്സും ഇല്ല ഒന്നുമില്ല, ആ പൈസ അതുപോലെ ബാങ്കിൽ കിടക്കും, എൻ്റെ കുഞ്ഞ് വലുതാകുമ്പോൾ എൻ്റെ കുഞ്ഞിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്നിങ്ങനെ അവർണിക പറയുകയാണ്. അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ ഗീതാഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ. എന്താ പറയുന്നത്, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇങ്ങനെ മറഞ്ഞൊളിഞ്ഞ് തെളിഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.